அதுலேருந்து அவன் வேறு லெவல் ஆகிட்டான்னு சொல்லுவாங்க சார். இன்னைக்கு ஏரியாவில் அவன் தான் சார் ഹലോ ഫ്രണ്ട്സ്, ടിബാസ്കോ ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ബസ് സിമുലേറ്റർ തന്നെ ക്ഷണിക്കുന്ന എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മാർക്കോപോളോയുടെ G7 1200 എന്ന മോഡ് പരിചയപ്പെടുത്താനാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് സമയം വൈകിക്കേണ്ട, ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ മാർക്കോപോളോ എന്ന ഈ ഒരു ബസ് മോഡിന് കൊണ്ടുവന്നിട്ടുള്ളത് 3 ആനിമേഷൻ കീസ് ആണ്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാക്ക്, നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള ഒരു സ്ഥലവും, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ അത് രണ്ട് സൈഡും ഉണ്ട് കേസ്. ഏതായാലും രണ്ടാമത്തെ ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൂൾസ് ഒക്കെ വണ്ടിയിൽ വെക്കാവുന്ന ആ ഒരു ടൂൾസ് ഒക്കെ വെക്കുന്ന ഒരു ചെറിയ ബോക്സും, അതും രണ്ട് സൈഡും നമ്മുടെ ഈ ഒരു മോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ, വണ്ടിയുടെ സസ്പെൻഷൻ ഡൗണും അപ്പ് അങ്ങനെ ഒരു ചേഞ്ചിങ് വരുന്ന ഒരു ആനിമേഷൻ കീ കൂടിയാണ് നമ്മൾ ഈ ഒരു മോഡിൽ കാണാൻ കഴിയുന്നത് ഗൈസ്. ഏതായാലും ഇതൊരു AC കോച്ച് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരമൊരു നമ്മുടെ ആനിമേഷൻ കീസ് ഒക്കെ ആ തരത്തിലുള്ള ആനിമേഷൻ കീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കോപോളോയുടെ ലോഗോയും അതുപോലെ തന്നെ മാർക്കോപോളോ ഒക്കെ എഴുതിയത് കാണാം ഗൈസ്. ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് എക്സിക്യൂട്ടീവ് ലുക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് പറയാം ഗൈസ്. ഇപ്പോൾ ഏതായാലും നമ്മുടെ വൈപ്പറൊക്കെ വർക്കിംഗ് ആണ്. ഒരു സെക്കൻഡ് വെയിറ്റിംഗ് ആണെങ്കിലും പ്രശ്നമില്ല ഗൈസ്. നമ്മുടെ രണ്ടാമത്തെ വൈപ്പർ ഇട്ട സമയത്ത് അത്യാവശ്യം സ്മൂത്തി ആയിട്ട് തന്നെ വൈപ്പറൊക്കെ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ GPS നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറുതാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നതിൽ GPS കുറച്ച് വലുതായിട്ട് കാണാനായിരിക്കും ഗൈസ്. ഏതായാലും മനസ്സിലാവുന്നുണ്ട് ആ ഒരു GPS നോക്കിയാൽ വഴികളൊക്കെ കറക്റ്റ് കാണാനൊക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ അത്ര മതി ഗൈസ്. ഏതായാലും നമ്മുടെ ലെഫ്റ്റ് സൈഡ് മിററിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയാൽ കാണാൻ കഴിയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഏതായാലും ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മോഡിന്റെ ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് 8 MB മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡ് എവിടെ നിന്ന് കിട്ടും, ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ബസ്സെറ്റ് ഫയലിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോടാണ് തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഏതായാലും ഈ ഒരു വണ്ടിയെ കൊണ്ട് നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ ഇതിന്റെ റെഡ്നിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ കട്ട ഷോക്കാണെന്ന് വെച്ചാൽ കട്ട ഷോക്കാണ് ഗൈസ്. ഏതായാലും നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും. ഏകദേശം ഞാൻ ഈ ഒരു വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 100-110 സ്പീഡിലാണ്. അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഏതായാലും ഞാനിപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കട്ട ബ്രേക്ക് പിടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഡൗൺ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പതിയെയാണ് നമ്മുടെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സ്പീഡ് ഡൗൺ ആവുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവും ഒത്തിരി സ്പീഡൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വണ്ടി നിർത്താൻ കഴിയില്ല. അപ്പോൾ സ്പീഡ് പോകുന്നവർ ശ്രദ്ധിക്കുക. ഈ വണ്ടിക്ക് ഇത്തിരി ബ്രേക്ക് കുറവാണ് ഗൈസ്. ഏതായാലും സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര വെറുപ്പിക്കുന്ന മാതിരി സസ്പെൻഷൻ ഇല്ല ഗൈസ്. ഏതായാലും വെറുപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈയോ അല്ല ലോയോ അല്ല, ഒരു ആവറേജ് സസ്പെൻഷനാണ് ഈ ഒരു മോഡിന് കൊണ്ടുവന്നിട്ടുള്ളത് ഗൈസ്. ഏതായാലും നമ്മുടെ ആ ഒരു ബ്രേക്കിംഗ് കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1% 1 അങ്ങനെ എന്തേ കൊടുക്കാൻ കഴിയും. ഡിഫോൾട്ടായിട്ട് പറയാന്ന് വെച്ചാൽ ആ ഒരു ബ്രേക്കിംഗ് കൺട്രോൾ മാത്രമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പക്കയാണ് ഗൈസ്. ഏതായാലും നന്നായിട്ട് തന്നെ നമുക്ക് സ്മൂത്തി ആയിട്ട് തന്നെ ഇത് ഒരു വണ്ടി ഓടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇനി നോക്കാൻ പോകുന്നത് ആ ഒരു ടോട്ടൽ സ്പീഡ് എത്രയാണെന്നാണ് ഗൈസ്. ഏതായാലും ആ ഒരു ടോപ്പിലെത്തുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ സ്പീഡ് കാണാൻ കഴിയും ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു പാലത്തിന്റെ നമ്മൾ ഏകദേശം ടോപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് 45, 46, 47, 50, 60, 70 ഗൈസ്. അപ്പോൾ ഏകദേശം 190 കഴിഞ്ഞു ഗൈസ്. 190, 200, 203, 205, 206, 207. ഏകദേശം ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് 207 ഗൈസ്. 207 km/h ഈ ഒരു വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എത്ര അധികം സ്പീഡുള്ള ഒരു മോഡ് ഞാൻ ഇതൊരു ഓടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു വണ്ടിയുടെ സ്പീഡ് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു മോഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എത്ര സ്പീഡ്, ടോട്ടൽ സ്പീഡ് നിങ്ങൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ നൈറ്റ് വ്യൂ, അതായത് ലൈറ്റ് ക്വാളിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്
തരാം ഗൈസ്. അതിനു മുമ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മോഡ് എവിടെ നിന്ന് കിട്ടും, അതുപോലെ തന്നെ ഡൗൺലോഡ് ആക്കിയിട്ട് എങ്ങനെ കളിക്കാൻ രൂപത്തിൽ സെറ്റാക്കി എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോക്ക് താഴെ കിടക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അത് നിങ്ങൾ ഫയൽ മാനേജറിൽ പോയിട്ട് നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ്സിൽ നോക്കിയാൽ ഈ ഒരു മാർക്കോ പോളോ G7 1200 എന്ന ആ ഒരു ഫയൽ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ ഫയൽ മുകളിലായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഏതായാലും എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ പോകാം. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഇമ്പോർട്ട് ഞെക്കി ഫയൽ മാനേജറിൽ മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തതിനു ശേഷം മെയിൻ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ആ ഒരു ഡൗൺലോഡ്സിൽ മാർക്കോ പോളോ G7 ആ ഒരു സംഭവം കാണാം. അപ്പോൾ നമ്മളുടെ ജസ്റ്റ് ഒന്ന് 30,000 കൊടുക്കാൻ പറയും. അപ്പോൾ അതൊക്കെ പ്രോഗ്രസ് ആയതിനു ശേഷം കൺഫേം കൊടുത്തിട്ട് ഗ്യാരേജ് കൊടുത്തിട്ട് നമുക്ക് ഗ്യാരേജിൽ പോയിട്ട് നമ്മളുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ നമ്മളുടെ ആ ഒരു മാർക്കോ പോളോ G7 ആ ഒരു മോഡ് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ അറിയാത്തവരായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ഒന്നും കൂടി കാണുന്നത് നല്ലതായിരിക്കും ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി നൈറ്റ് വ്യൂ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഏതായാലും രാത്രി ആയിട്ടുണ്ട്, ഏകദേശം രാത്രി ആയിട്ടുണ്ട്. നൈറ്റ് മോഡാണ് ഗൈസ്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ആ ഒരു ലൈറ്റ് ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള എല്ലാ സംഭവവും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ ഇട്ടിട്ടുള്ളത് സെക്കൻഡ് ലൈറ്റിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ട്, സെക്കൻഡ് അല്ല ഫസ്റ്റ് ലൈറ്റിലാണ് നമ്മൾക്ക് ഇത്രയും പവറിലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു ലൈറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏതായാലും നമ്മൾ എല്ലാ ദിവസവും എന്നല്ല, എപ്പോഴും ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ, ഇരുട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഹെഡ് ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പവർ ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ LED പവർ ലാമ്പ്, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പ്രൊജക്ട് ലൈറ്റ് ഒക്കെ പറയുന്ന പോലെ ആ ഒരു പ്രൊജക്ട് ലൈറ്റ് ആണ് ഈ ഒരു മോഡിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഫസ്റ്റ് ലൈറ്റ് ഇടുന്ന സമയത്ത് സൈഡിലുള്ള 2 ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസാഡൊക്കെ വർക്കിംഗ് ആണ്. അസാഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡിലോട്ട് നീട്ടിയിട്ട് ഉള്ള ഒരു LED കൊടുത്തിട്ടുള്ള പോലെയാണ് സംഭവം. ബാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ യെല്ലോ കളർ മാറി വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട്. ഏതായാലും സംഭവം അത്ര പിടിച്ചിട്ടില്ല. യെല്ലോ കളർ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരണമായിരുന്നു, പ്രശ്നമില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ബ്രേക്ക് ലൈറ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു പ്രോബ്ലം, അതായത് ബ്രേക്കും റിവേഴ്സ് ഗിയറും തമ്മിലുള്ള ചെറിയൊരു കോമ്പറ്റീഷന് സംഭവം ചെറിയൊരു പ്രശ്നമുണ്ട്. ബ്രേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ഏതായാലും ഒരു റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് ലൈറ്റ് കത്തുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു LED ലൈറ്റ് ആണ് കത്തുന്നത്. ഏതായാലും സംഭവം അത്ര പിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, ഒറിജിനാലിറ്റി കൊണ്ടുവരാനായിരിക്കും അങ്ങനെ ചെയ്തത്. ഏതായാലും നമുക്ക് ഈ ഒരു മോഡിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് വർക്ക് നോക്കുകയാണെങ്കിൽ പക്കാന്ന് വെച്ചാൽ എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ടു. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ആ ഒരു LED വർക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ആ ഒരു ഓറഞ്ച് ലൈറ്റ്, ഒരു ലൈൻ പോലെയുള്ള ആ ഒരു ഓറഞ്ച് ലൈറ്റൊക്കെ നമ്മുടെ ഡ്രൈവർ സീറ്റ്, അതായത് നമ്മുടെ ക്യാബിനിലും അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഒരു എങ്ങനെ വെറുപ്പിക്കുന്ന മാതിരി എന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മോഡ്സൊക്കെ ഒന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡിൽ വന്ന ഈ ഒരു ലൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ മുകളിലായാലും അത് നമ്മുടെ ലഗേജൊക്കെ വെക്കുന്നതിന് അടിയിലൊക്കെ ലൈറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഇതൊരു AC കോച്ച് വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മുടെ ടോപ്പ് ലൈറ്റിനെ പറ്റി പറയുകയാണ്. 2 സൈഡ് 2 റെഡ് ലൈറ്റും അതുപോലെ നമ്മുടെ സെൻട്രൽ ലൈറ്റ് ഫ്രണ്ടിലുള്ള ആ ഒരു ടോപ്പ് ലൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ടിൽ ആ ഒരു റെഡ് ലൈറ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമ്മുടെ ഈ ഒരു ലൈറ്റൊക്കെ പറയുകയാണെങ്കിൽ പക്കയായിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കണം നല്ല സ്മൂത്തിയാണ്. പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ആ ഒരു ബ്രേക്കിങ്ങിനെ പറ്റി മാത്രമാണ് പറയാനുള്ളത്. ഏതായാലും ഇതിൻ്റെ വീറ്റൊക്കെ ഇറക്കുന്ന സമയത്ത് ഏതായാലും ബ്രേക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും, പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഏതായാലും ഈ ഒരു മോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, അതുപോലെ തന്നെ നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബസ് സിമുലേറ്റർ തന്നെ ക്ഷണിക്കുന്ന എല്ലാ മച്ചന്മാരിലേക്ക് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കിട്ടിക്കച്ച് വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.